ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് ട്രംപ് പറയുന്നത്? മധു, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഹമാസിന് വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. എന്നാൽ ഈ ഭീഷണിയുടെ അർത്ഥം അമേരിക്കയുടെ സൈന്യം ഗ്രൗണ്ടിൽ ഇറങ്ങുമെന്നല്ല. അമേരിക്കയ്ക്ക് ഇതിലൊന്നും നേരിട്ട് ഇപ്പോൾ ഇടപെടണമെന്നില്ല. ഇങ്ങനെ ഒരു കരാർ ഉറപ്പുവരുത്താൻ ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഈ ആക്രമണമൊക്കെ തുടരുന്ന കണ്ട് പല രാജ്യങ്ങളും അത് അവർ നേരിട്ട് തീർത്തേക്കാം എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ ഇസ്രയേലിനോട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കുമെന്നും ട്രംപ് പറയുന്നു. താൻ പറഞ്ഞാൽ 2 മിനിറ്റിനകം ഇസ്രയേൽ സൈന്യം ഇറങ്ങും. എന്നാൽ ഇതുവരെയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചു. ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച ഈ 20 പോയിന്റ് പീസ് പാക്കേജിന്റെ 2ാം ഘട്ട ചർച്ചകൾക്കായിട്ടാണ് വാൻസ് ഇസ്രയേലിൽ എത്തുന്നത്. ഉന്മേഷ്. ശരി മധു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.